നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോളിസി ഡോക്യുമെന്റാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാനുള്ള ഒരു പദ്ധതിയുടെ രൂപരേഖയാണിത്. നിങ്ങൾക്കൊന്ന് ആലോചിച്ചു നോക്കാം. സാധാരണ നമ്മൾ സൗജന്യങ്ങളെന്ന് കേൾക്കുമ്പോൾ തന്നെ അയ്യോ അത് വലിയ സാമ്പത്തിക ബാധ്യതയാണല്ലോ എന്നല്ലേ ആദ്യം ചിന്തിക്കുക. എന്നാൽ ഒരു ക്ഷേമ പദ്ധതിയെ വളരെ പ്രായോഗികമായി എങ്ങനെ നടപ്പിലാക്കാം എന്നതിന്റെ കൃത്യമായൊരു ബ്ലൂപ്രിന്റാണ് നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോ എന്തൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് എന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ഇതിന്റെ അടിസ്ഥാന ആശയം, ഒന്നാം ഘട്ടത്തിലെ പ്രായോഗികത, ഇതിന് പിന്നിലെ ഡിജിറ്റൽ ട്രാക്കിംഗ് സിസ്റ്റം, പിന്നെ എല്ലാവർക്കും അറിയേണ്ട ഫണ്ടിംഗ്, ഒടുവിൽ ഇതിന്റെ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ. നമുക്ക് നേരിട്ട് തന്നെ തുടങ്ങാം, അല്ലേ? ശരി, ആദ്യത്തെ ഭാഗത്തേക്ക് വരാം. എന്താണ് ശരിക്കും ഈ പദ്ധതിയുടെ അടിസ്ഥാന ആശയം? പൊതുഗതാഗതം സൗജന്യമാക്കുക എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് നടപ്പിലാക്കുന്ന സ്ഥാപനം പൂട്ടേണ്ടി വരുമല്ലോ എന്നായിരിക്കും നമ്മുടെ ആദ്യത്തെ ആശങ്ക. സ്വാഭാവികമാണ്. പക്ഷേ ഈ ഡോക്യുമെന്റിലെ വളരെ പവർഫുള്ളായ ഒരു വരിയുണ്ട്. നഷ്ടമില്ലാത്ത റൂട്ടുകളിൽ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകൾ സ്ത്രീകളുടെ യാത്രയ്ക്കായി മാറ്റിവെക്കുക. സിമ്പിളല്ലേ? അതായത് പുതിയതായി ബസ്സുകളൊന്നും ഇറക്കുന്നില്ല. പകരം നിലവിൽ ലാഭത്തിലോടുന്ന റൂട്ടുകളിലെ കാലിയായ സീറ്റുകൾ മാത്രം ഉപയോഗപ്പെടുത്തുക. ദാറ്റ്സ് ഇറ്റ്. ഇത് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ നമ്മൾ ഒക്യുപ്പൻസി റേഷ്യോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഒന്നുമില്ല, ഒരു ബസ്സിൽ എത്ര ശതമാനം സീറ്റുകളിൽ ആളുകളുണ്ട് എന്നതിന്റെ ഒരു കണക്കാണിത്. അപ്പോൾ ഈ പദ്ധതിയുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, കോർപ്പറേഷന് ₹1 പോലും അഡീഷണലായിട്ട് ചിലവാക്കാതെ വണ്ടിയിലെ ഈ ഒഴിവുള്ള സ്പേസ് ഒരു മികച്ച വെൽഫെയർ സ്കീമാക്കി മാറ്റുക. ശരിക്കും ബ്രില്യൻ്റായൊരു നീക്കമാണിത്. ഇനി രണ്ടാമത്തെ കാര്യം, പ്രായോഗികമായി ഇതിന്റെ ഒന്നാം ഘട്ടം എങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം ഇതിന്റെ ടൈമിംഗ് ആണ് കേട്ടോ. ഈ ഫ്രീ ട്രാവൽ എപ്പോഴാണ് കൊടുക്കുന്നത്? രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയുള്ള സമയം. നമ്മൾ ഓഫ് പീക്ക് സമയം എന്ന് പറയില്ലേ, അതാണ്. തിരക്കുള്ള സമയത്തെ കളക്ഷനെ ഇതൊട്ടും ബാധിക്കുന്നില്ല എന്നുറപ്പാക്കാൻ വേണ്ടിയാണിത്. KSRTCയെ പെട്ടെന്നുള്ള നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ കൂടിയുള്ളൊരു ഐഡിയയാണിത്. ഇനി സമയത്തിൽ മാത്രമല്ല, ബസ്സുകളുടെ കാര്യത്തിലും ഈയൊരു വ്യത്യാസമുണ്ട്. ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, പിന്നെ നഗരങ്ങളിലെ സിറ്റി സർവീസുകൾ, ഇതിലൊക്കെ മാത്രമാണ് ഈ സൗജന്യം. ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് അല്ലെങ്കിൽ സ്കാനിയ പോലെയുള്ള ദീർഘദൂര സർവീസുകളിൽ ഈ ഫ്രീ യാത്ര ലഭിക്കില്ല. കോർപ്പറേഷന്റെ മെയിൻ വരുമാനം വരുന്ന വഴികൾ ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ വളരെ ബോധപൂർവം എടുത്ത തീരുമാനമാണിത്. മൂന്നാം ഭാഗം, ഇതെങ്ങനെ കൺട്രോൾ ചെയ്യും? അതിനുള്ള ഡിജിറ്റൽ ട്രാക്കിംഗ് സംവിധാനം. ഇത്രയും വലിയൊരു പദ്ധതി വരുമ്പോൾ അതിന്റെ ദുരുപയോഗം തടയേണ്ടത് അത്യാവശ്യമാണല്ലോ. അതിനായിട്ടാണ് ഷീപാസ് കൊണ്ടുവരുന്നത്. വളരെ കൃത്യമാണ് ഇതിന്റെ ഡാറ്റ ഫ്ലോ. ആധാരോ റേഷൻ കാർഡോ ലിങ്ക് ചെയ്ത ഒരു സ്മാർട്ട് കാർഡാണിത്. വണ്ടിയിൽ കയറുമ്പോൾ ഇതൊന്ന് പഞ്ച് ചെയ്താൽ മതി. അപ്പോൾ കൃത്യം എത്ര സ്ത്രീകൾ യാത്ര ചെയ്തു എന്ന ഡിജിറ്റൽ ഡാറ്റ സർക്കാരിന് കിട്ടും. ആ ഡേറ്റ വെച്ചിട്ട് അതിന് ആനുപാതികമായ തുക സർക്കാർ സബ്സിഡിയായി കോർപ്പറേഷന് നൽകും. വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, KSRTC വെറുതെ ഫ്രീ ആയിട്ട് സീറ്റുകൾ കൊടുക്കല്ല. അവിടെ കയറുന്ന ഓരോ വനിതാ യാത്രക്കാരിയുടെയും കൃത്യമായ ഡിജിറ്റൽ കണക്ക് വെച്ച് സർക്കാർ പണം തിരികെ നൽകും. തീർത്തും ഒരു ഡേറ്റ ഡ്രിവൺ ആയ സബ്സിഡി മോഡലാണിത്. അടുത്തത് എല്ലാവരും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, സാമ്പത്തിക വിഹിതവും ഫണ്ടിങ്ങും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള KSRTCയെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതെ ഇതിനുള്ള പണം എവിടുന്ന് വരും? അതിന് കൃത്യമായ പ്ലാൻ ഡോക്യുമെന്റിലുണ്ട്. പ്രധാനമായും മറ്റു വകുപ്പുകളുടെ സഹകരണം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സാമൂഹിക ക്ഷേമ വകുപ്പിന്റെയുമൊക്കെ ബഡ്ജറ്റിൽ നിന്ന് ഫണ്ട് മാറ്റിവെക്കാം. അതുപോലെ ഗ്രീൻ സെസ് വഴിയുള്ള ഫണ്ട്, പിന്നെ ബസ്സുകളിലും ഡിപ്പോകളിലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന പ്രത്യേക പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനം, ഇതൊക്കെയാണ് ഫണ്ടിംഗ് സോഴ്സുകൾ. ഇതൊരു ക്ഷേമ പദ്ധതി ആണെങ്കിലും ഇതിൽ രാഷ്ട്രീയപരമായ ചില ഫലങ്ങൾ കൂടിയുണ്ട്. ഖജനാവിന് വലിയ ഭാരമാക്കാതെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാനും ഒപ്പം സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള വിമർശകർക്ക് കൃത്യമായൊരു മറുപടി കൊടുക്കാനും ഈ പോളിസിയിലൂടെ സർക്കാരിന് സാധിക്കുമെന്ന് ഈ ഡോക്യുമെന്റിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ 5ാം ഭാഗം, ഇതിന്റെയൊക്കെ ഫൈനൽ ഔട്ട്പുട്ട്, അതായത് ഇതിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇതൊരു സാധാരണ ഗതാഗത പദ്ധതി മാത്രമല്ല. ഇതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നതാണ്. സത്യം പറഞ്ഞാൽ ദിവസേനയുള്ള യാത്രാ ചെലവ് കാരണം ജോലിക്ക് പോകാത്ത ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിക്കൊടുത്താൽ, ദിവസവും പോയി വരാനുള്ള ചെലവില്ലാതായാൽ കൂടുതൽ സ്ത്രീകൾ തൊഴിലിടങ്ങളിലേക്ക് വരും. ശരിക്കും വലിയൊരു സ്ത്രീ ശാക്തീകരണം കൂടിയാണിത്. ഇനി ഇതിലൊരു കിടിലൻ സാമ്പത്തിക ട്വിസ്റ്റ് കൂടിയുണ്ട്.
അതെന്താണെന്ന് വെച്ചാൽ സൗജന്യ യാത്ര ചെയ്യുന്ന സ്ത്രീകളോടൊപ്പം യാത്ര ചെയ്യുന്ന അവരുടെ കുട്ടികൾ അല്ലെങ്കിൽ പുരുഷന്മാർ അവർക്ക് ടിക്കറ്റ് എടുക്കണമല്ലോ. അത് KSRTCക്ക് കിട്ടുന്ന എക്സ്ട്രാ വരുമാനമാണ്. അതുമാത്രമല്ല, വെറുതെ കാലിയായി കിടക്കുന്ന ബസ്സുകൾ ആളുകളാൽ നിറയുമ്പോൾ മൊത്തത്തിൽ ബസ് ശൃംഖലയുടെ എഫിഷ്യൻസിയും കൂടും. അപ്പോ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായി തന്നെ കണ്ടു. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ഒരു ബ്ലൂ പ്രിന്റാണിത്. പക്ഷേ ഇവിടെ വലിയൊരു ചോദ്യം ബാക്കിയാണ്. ഓഫ് പീക്ക് സമയങ്ങളിൽ, അതായത് ഈ പകൽ സമയത്ത് നൽകുന്ന സൗജന്യ യാത്ര ശരിക്കും സ്ത്രീകളെ തൊഴിലിടങ്ങളിലേക്ക് ആകർഷിക്കാൻ മാത്രം പര്യാപ്തമാകുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിനെക്കുറിച്ച് തീർച്ചയായും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ഈ വിശകലനം നിങ്ങൾക്ക് പുതിയ ചില ചിന്തകളും അറിവുകളും നൽകി എന്ന് വിശ്വസിക്കുന്നു. ഒപ്പം ചേർന്നതിന് വലിയൊരു നന്ദി.